നമസ്കാരം. അൻവർ ഇപ്പോൾ ശക്തമായി യു ഡി എഫിലേക്ക് കയറിപ്പോകും എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം RSP ഇതിനെതിരെ നിൽക്കുകയാണ്. RSP ഒന്നും മിണ്ടിയിട്ടില്ല. RSP പറഞ്ഞതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഇതാ പുതിയൊരു വലിയ വിവാദം വന്നിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒതായി മനാഫിനെ കുറിച്ച് നമുക്കറിയാം. ലീഗിന്റെ നേതാവായിരുന്ന ഒരാൾ ഏകദേശം 1995 കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷിത്വം വഹിച്ച ഒരു മുസ്ലിം ലീഗ് നേതാവായിരുന്നു നമുക്ക് ഒതായി മനാഫ് എന്ന് പറയുന്നത്. ആ ഒതായി മനാഫിന്റെ ബന്ധുക്കൾ ഇപ്പോൾ സാദിഖ് അലി തങ്ങളെ കാണാനായി പാണക്കാട് എത്തിയിരുന്നു. അദ്ദേഹം അവരുടെ കയ്യിൽ ഒരു കത്തുണ്ടായിരുന്നു. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒതായി മനാഫിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു PV അൻവർ എന്ന് നമുക്കറിയാം. ഒതായി മനാഫിനെ കൊല ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാൾ തന്നെയാണ് നമുക്ക് PV അൻവറിനെ കാണാം. PV അൻവർ ലീഗിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലീഗ് ഇതുവരെ പിന്തുണച്ച് നിൽക്കുകയാണ്. അതായത് ലീഗ് ഈ പറയുന്ന PV അൻവർ ഇവിടേക്ക് വരുന്നത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, വന്നോട്ടെ, PV അൻവർ അല്ലേ, അവിടെ ഏതെങ്കിലും ഒരു മണ്ഡലം കൊടുത്ത് PV അൻവറിനെ കൊണ്ട് UDF ഒരു മണ്ഡലം പിടിപ്പിക്കാം. UDF പ്രമുഖ നേതാക്കന്മാരെല്ലാം അങ്ങനെ തന്നെ കരുതിയിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിലുള്ളവരും അങ്ങനെ വിചാരിച്ചേക്കുന്നത്. കാരണം എന്താ, ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ PV അൻവർ നടത്തിയ ശ്രമങ്ങൾ വളരെ വലുതായിരുന്നു എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ CPM പിണറായി വിജയനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, PK ശശിക്കെതിരെ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞു വരുത്തിയത് അല്ലെ? P ശശി ഇവിടുത്തെ ഏറ്റവും വലിയ മാഫിയ തലവൻ എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. അദ്ദേഹം വളരെ നാടകീയമായി അവതരിപ്പിക്കുകയും ചെയ്തു. അത് ഞാൻ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോയിരുന്നിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരുന്ന് വിതുമ്പിക്കരഞ്ഞു എന്ന് വരെ മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് വളരെ നാടകീയമായി വിഷയങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു PV അൻവർ ചെയ്തത് അല്ലെ? അങ്ങ് കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു സൂര്യനാണ് എന്ന് വരെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി താൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ശോഭ കെടുത്താനാണ് ഒപ്പമുള്ളവർ ശ്രമിക്കുന്നത് എന്നുകൂടി PV അൻവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോൾ അത്രത്തോളം വൈകാരികമായി പല വിഷയങ്ങളെയും കണ്ടുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ പ്രസ്താവനകളും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മകുട ഉദാഹരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും PV അൻവറിനെ തള്ളിക്കളയാൻ UDF തയ്യാറാകുന്നില്ല. കാര്യം ഇങ്ങനെയുള്ള ഒരാൾ കൂടെ നിൽക്കുന്ന വളരെ നല്ല കാര്യമാണ്. ഇങ്ങനെ ഒരാൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത തവണ എന്ത് വന്നാലും നമുക്ക് ഭരണം പിടിക്കാൻ കഴിയും. ഇതാണ് UDF ചിന്തിച്ചിരിക്കുന്നത്. തന്നെയുമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ ചെയ്തത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എന്താ ചെയ്തത്? സ്വന്തം സ്ഥാനാർത്ഥിയെ, തൻ്റെ നിലയ്ക്ക് നിർത്തിയ സ്ഥാനാർത്ഥിയെ അവിടെ നിന്ന് പിൻവലിച്ചു. എന്നിട്ട് അവിടെ പിന്തുണ പ്രഖ്യാപിച്ചു. ഇത്രയും വിശാല മനസ്സ് ആരിലാണ് കാണുക? PV അൻവറിലല്ലാതെ. അവിടെ വയനാട്ടിൽ എന്താ ചെയ്തത്? ഇവിടെ DMK എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് ആ DMK അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതൊക്കെ വലിയ കാര്യമാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് കോൺഗ്രസിന് ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടി വരും. അപ്പോൾ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുമ്പോൾ UDF പ്രധാന കക്ഷിയായ ലീഗിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അതിനു മുൻപ് തങ്ങളോട് കാട്ടിയതോ തങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ കൊന്നതോ തിന്നതോ ആയ യാതൊന്നും ലീഗിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ PV അൻവർ വന്നോട്ടെ എന്ന് പറഞ്ഞ് ലീഗും നിശബ്ദം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഒതായി മനാഫിന്റെ ബന്ധുക്കൾ കാണാൻ ചെന്നിട്ടൊരു കത്ത് കൊടുക്കുകയാണ്. ഞങ്ങൾക്കിതിൽ താല്പര്യമില്ല, PV അൻവറിനെ ലീഗിലെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നേ. PV അൻവറിനെ ഒരു കാരണവശാലും വേണ്ട. കാരണം എന്താണ്? അന്ന് സാക്ഷികൾ ഒന്നാം സാക്ഷി കൂറുമാറിയതിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് മാത്രമാണ് PV അൻവർ പ്രതിയിൽ പട്ടികയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. കാര്യം കണ്ടവരില്ല. അങ്ങനെ വന്നപ്പോൾ PV അൻവറിന് അത് വലിയ ഗുണം ചെയ്തു. PV അൻവർ അങ്ങനെ കുറ്റവിമുക്തനായി മാറി. പക്ഷേ പ്രതിയല്ലാതാകുന്നില്ലല്ലോ. സാക്ഷി കൂറുമാറി എന്ന് വെച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലുള്ള, അല്ലെങ്കിൽ ഒതായി മനാഫിന്റെ ബന്ധുക്കളുടെ മനസ്സിലുള്ള പ്രതിയല്ലാതാവുന്നില്ല. കുറ്റം അൻവർ ചെയ്തിട്ടുണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് കത്ത് കൊടുത്തത്. ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ് പറയുന്നത്, രക്തസാക്ഷിത്വത്തെ അപമാനിക്കാനാണ് ശരിക്കും ലീഗ് ശ്രമിക്കുന്നത്. ആരുടെ രക്തസാക്ഷിത്വത്തെ? മനാഫിന്റെ രക്തസാക്ഷിത്വത്തെ അപമാനിക്കാനായിരിക്കും ലീഗിന്റെ നീക്കം. അതിനെ തങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറഞ്ഞു. രക്തസാക്ഷികളെ അവഹേളിക്കരുത് സമൂഹ മധ്യത്തിൽ. സത്യമല്ലേ പറഞ്ഞത്? PV അൻവർ എന്ന് പറയുന്ന ആ മനാഫിന്റെ കൊലപാതകിയെ LDF അല്ലെങ്കിൽ ലീഗ് കൂട്ടു നിന്നുകൊണ്ട് UDF എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമാക്കുമ്പോൾ ലീഗിന് എവിടെയാണ് നെറികേടുള്ളത് ജനങ്ങളോട്?
അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാരനായിരുന്ന ലീഗ് പ്രവർത്തകനായിരുന്ന മനാഫിനോട് എന്ത് നെറികേടാണ് ഇവർ കാട്ടുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം ആത്മാർത്ഥതയാണ് ആ മനാഫിനോട് ലീഗുകാർക്കുള്ളത് എന്ന് ചിന്തിച്ചു നോക്കൂ. അത് ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ മനാഫിന്റെ കുടുംബം ചെയ്തത്. അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെ നിങ്ങൾ അവഹേളിക്കരുത് എന്ന് കത്തിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ഒരു കത്ത് നൽകിയിരിക്കുന്നു. ഇനി ലീഗ് ചിന്തിക്കണം, ഈ പറയാൻ പോകുന്ന അല്ലെ മനാഫിനാണോ വില നൽകേണ്ടത്? അതായത് സ്വന്തം പാർട്ടിക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ഒരു രക്തസാക്ഷിയായ മനാഫിനാണോ വില നൽകേണ്ടത്? സ്വന്തം പാർട്ടിയെ പോലും വഞ്ചിച്ചുകൊണ്ട് നിന്നിടം കുഴിച്ച ഒരു പി വി അൻവറിനെ ആണോ വിശ്വസിക്കേണ്ടത് എന്ന് ലീഗ് 2 വട്ടം ഒന്ന് ചിന്തിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ തന്നെ ലീഗിന് നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇതേ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് മനാഫിന്റെ കുടുംബവും ചെയ്തിട്ടുള്ളത്.